എല്ലാവരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? തുടക്കത്തിൽ തന്നെ ഇയാളുടെ ഈ ക്യാരക്ടറിന്റെയും നായകന്റെയും കോൺവെർസേഷനിൽ നിന്നാണ് ഈ ട്രെയിലർ തന്നെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്തിരിക്കുന്ന. ഇതിനകത്ത് പൃഥ്വിരാജിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് വന്നിറങ്ങിയിരിക്കുന്ന ഒരാൾ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് എല്ലാ ആക്ടേഴ്സിനെയും ടെക്നീഷ്യനെയും വളരെ സമാധാനത്തിലാണ് അത് ഷൂട്ട് ചെയ്തത്. ഓടി മാറഞ്ഞു പെണ്ണ് ഓടുത്തങ്ങു കെട്ടി, ചാടി മാറിഞ്ഞു പെണ്ണു കളത്തിലിരുന്നേ. കൂടെ ഇത് ചെയ്യുന്ന ഡാൻസ് അല്ല, ഇത് കൊറിയോഗ്രാഫിക്ക് നിൽക്കുന്ന ആളുടെ പേരാണ് ഏറ്റവും രസകരമായ കാര്യം, പ്രഭുദേവ. ഞാനിവിടുത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം രണ്ട് മെഗാ സ്റ്റാർ, അതായത് നമ്മൾ റോൾ മോഡൽ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ മലയാളത്തിൽ വേറെ ആളില്ല. നെടുമുടി വേണുചേട്ടന്റെ കൂടെ അവനവൻ കടമ്പ എന്ന് പറഞ്ഞ നാടകം 3ാമത്തെ തലമുറ കളിക്കുമ്പോൾ ഞാൻ കൂടെ കളിച്ചിട്ടുണ്ട്. ഉടൻ റിലീസാവുന്ന ഐ നോബഡി എന്ന ചിത്രത്തിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു പ്രതിഭയാണ് ഇന്ന് നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ കൃഷ്ണൻ ബാലകൃഷ്ണൻ, സ്വാഗതം. നമസ്കാരം. തീർച്ചയായിട്ടും താങ്കളുടെ ഏറ്റവും നല്ല ഒരു സിനിമ, അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടുള്ള ഒരു സിനിമ, ഒരു ക്രൈം ത്രില്ലർ ഉടൻ നാളെ തന്നെ തിയേറ്ററുകളിൽ എത്തുകയാണ്. ശരിക്കും നല്ലൊരു വേഷമാണ് താങ്കൾ ചെയ്യുന്നത്. ഈ സിനിമ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? എനിക്കൊരു വലിയ പ്രതീക്ഷയാണ് ആ സിനിമയിലുള്ളത്. കാരണം അയാൾ ആ ക്യാരക്ടർ, അതിൻ്റെ എത്രമാത്രം സ്ക്രീൻ സ്പേസ് എന്നല്ല, ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രെയിലറിലെ തുടക്കത്തിൽ തന്നെ ഇയാളുടെ ഈ ക്യാരക്ടറിൻ്റെയും നായകൻ്റെയും കോൺവെർസേഷനിൽ നിന്നാണ് ഈ ട്രെയിലർ തന്നെ. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണത്. അതായത് ഒരു ബ്രോക്കർ റോൾ അല്ലേ? ആ ഒരു റോളിൻ്റെ ഒരു പവർഫുൾ അവിടെ കാണിക്കുന്നുണ്ട്. കിട്ടിയതിൻ്റെ പകുതി ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്. അതെ, സാറിന് ഒരുപാട് കിട്ടിയില്ലേ? കുറച്ചും അതെ അതെ. ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഇതിൽ തന്നെ ആ ഒരു ക്രൈം ത്രില്ലറിൻ്റെ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു പവർഫുൾ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു തുടക്കം നമ്മൾ ഈ ട്രെയിലറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടറിൽ നിന്നാണ്. സിനിമയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് നാളെ കണ്ടിട്ട് വേണം എനിക്ക് തിരിയാൻ. ഇപ്പോൾ ഈ ട്രെയിലർ, അതായത് 20 ലക്ഷം പേരോളം യൂട്യൂബിൽ കാണുകയും കേരളത്തിലെ എല്ലാ മാളുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഈ ട്രെയിലർ മറ്റേ കൊമേഴ്സ്യലായിട്ട് കൊടുത്തിരിക്കുകയും എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്തിരിക്കുന്ന. ഇതിനകത്ത് പൃഥ്വിരാജിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് വന്നിറങ്ങിയിരിക്കുന്ന ഒരാള്. അതെ അതെ. ക്രോസ് വയ്ക്കാൻ ശരിക്കും ഈ പൃഥ്വിരാജുമായിട്ടുള്ള ഈ ഒരു സിനിമയിൽ, നമ്മൾ ഇത്തരം ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ പൃഥ്വിരാജുമായിട്ട് ഉള്ളൊരു അനുഭവം അതെങ്ങനെയുണ്ട്? അയ്യോ, എനിക്ക് വലിയ അനുഭവം, നല്ല അനുഭവമാണ്. കാരണം ഞാൻ പൃഥ്വിരാജ് എന്ന ഹീറോയിനെ 10-13 വർഷം മുമ്പ് എനിക്ക് പുള്ളി അറിയാമെന്ന് പറഞ്ഞാൽ പുള്ളിയോടൊപ്പം ഒരു 3 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് പുണ്യമഹം, രാജ് നായർ, നമ്മൾ തകഴി ശിവശങ്കരപിള്ള സാറിന് ചെറുമകൻ ചെയ്തിട്ടുള്ളൂ. മറ്റൊന്ന് ഉറുമി, വേറൊന്ന് ത്രില്ലർ. ഈ 3 പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഉറുമിയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും, അതായത് സന്തോഷ് ശിവൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതുകൊണ്ട് ഇതിലെ 80 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്ന 80 ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഈ സിനിമയിൽ വരുമ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ആ 10-12 വർഷങ്ങൾക്ക് ശേഷം കണ്ട എല്ലാ സൗഹാർദ്ദത്തോടു കൂടിയാണ് ഞങ്ങൾ. നമ്മുടെ ഒരു റോള് ഇതിനകത്ത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട്? ഈ സിനിമ പുറത്ത് വന്നു കഴിയുമ്പോഴുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയാണ്? ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ് എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് നിസാം ബഷീർ. പുള്ളിയുടെ 2 സിനിമകൾ, കെട്ടിയോടാണ് മാലാഖ, അതിൽ ഒരു ക്യാരക്ടറും വേസ്റ്റ് ആയി പോയിട്ടില്ല. റോഷാക്ക്, ഒരൊറ്റ ക്യാരക്ടർ വേസ്റ്റ് ആയി പോയിട്ടില്ല. ആസിഫ് ഫുൾ ടൈം മാസ്ക് വെച്ച് വന്ന പടമാണ് റോഷാക്ക്. എന്നിട്ട് ആ ആസിഫിന്റെ ക്യാരക്ടർ ഒരു തരത്തിലും അത് പുള്ളി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്യാരക്ടർ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അവസാനം കാണുമ്പോഴൊക്കെ പുള്ളി ഹാപ്പിയാണ്. ഇപ്പം നമുക്കിപ്പം ഒരു ഡയറക്ടർക്ക് നമ്മൾ അത്ര വർക്കായില്ലെങ്കിൽ പിന്നെ അത്ര ഹാപ്പി ആവും. അതെ, ഒരു 100% ടീം വർക്ക് തന്നെ ആയിരുന്നു. ഭയങ്കരമായിട്ട് 100% അവർ വളരെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് എല്ലാ ആക്ടേഴ്സിനെയും ടെക്നീഷ്യനെയും വളരെ സമാധാനത്തിലാണ് അത് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നങ്ങ് മാറിയാൽ ഇപ്പോൾ നമ്മൾ ഹരിവരാസനം എന്ന മറ്റൊരു സിനിമ, ഒരുപക്ഷെ ഒരു വിശ്വാസ സമൂഹം, കേരളത്തിലൊരു വലിയ വിശ്വാസ സമൂഹം ഉള്ളതാണ് സ്വാമി അയ്യപ്പന്. അയ്യപ്പൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ അതിൻ്റെ സെറ്റിൽ വന്നതാണ്. അവിടെ ചിത്രാഞ്ജലിയിൽ അതിൻ്റെ പൂജാവേളയിൽ ഞാനവിടെ വന്നിട്ടുണ്ട്.
ശരിക്കും ശബരിമല ടെമ്പിള് അതുപോലെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. ഒരു കുറ്റവും പറയാനില്ല, അല്ലെങ്കിൽ ഒരു ഫാൾട്ടും പറയാനില്ലാതെ അത്ര രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ പൂജാവേളയിൽ ഉൾപ്പെടെ ഒരു എന്താണ് നമ്മൾ ശബരിമല സന്നിധാനത്ത് നിൽക്കുന്ന അതേ ഫീല്, ആ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അത് എങ്ങനെയാണ് വന്നത്? എത്രത്തോളം അതിനകത്ത് നമുക്ക് മുഴുകാൻ പറ്റുന്നുണ്ട്? ആ സിനിമയിൽ എനിക്ക് വന്നത് രാജേഷ് നായർ എൻ്റെ ഡയറക്ടർ, വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ ആമ്പാടി സാറ് റൈറ്റർ, അങ്ങനെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ ആക്ടർ എന്ന നിലയിലാണ് ഇവരുമായിട്ടുള്ള ഞാൻ ബന്ധം. ആക്ടർ കഴിഞ്ഞ് പിന്നെ സൗഹൃദത്തിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു ആ സിനിമയിലെ ഒരു കഥാപാത്രം, എനിക്ക് ചേരുന്നൊരു കഥാപാത്രം, അത് സൈജു കുറുപ്പിൻ്റെ ബാല്യകാല സുഹൃത്ത്, അത് അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിന് എൻ്റെ മുഖം ആപ്റ്റായിരുന്നപ്പോൾ അവരെന്നെ കാസ്റ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു സിനിമ, ശബരിമല എന്ന് പറയുന്ന ഇത്രയും വലിയ സെറ്റൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഉപരി അവർക്ക് ആ ക്യാരക്ടർ എന്നെ കാണാൻ പറ്റി. അതെ 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 അതെ. ശരിക്കും നമുക്കൊരു മനസ്സിലൊരു അയ്യപ്പ വിശ്വാസമുള്ള ആളാണോ? പിന്നെ ഉറപ്പായി ഞാൻ ശബരിമല പോകുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു നിയോഗം പോലെയൊക്കെ വന്നതുപോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ശബരിമലയിൽ നിന്ന് ഈ 16-ന് ഇപ്പോൾ തുറക്കുമ്പോൾ പോകുന്നുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ഇപ്പോൾ വൃത്തത്തിലാണ്. അതെ, ഞാൻ ഇപ്പോൾ ശബരിമല പോകുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ അതിനകത്ത് യോഗി ബാബു ഉൾപ്പെടെ ഒരു വലിയ താരനിരയിലേക്ക് തന്നെ ആ സിനിമ മാറുന്നുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ ഒരുപക്ഷെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് നടക്കുകയും ചെയ്തു. ഈ ഹരിവരാസനത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു. ഇത് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾക്ക് എന്തായാലും സ്ക്രിപ്റ്റൊക്കെ അറിയാം, പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ ഏത് രീതിയിലായിരിക്കും? ഒരു ഭക്തസമൂഹത്തെ മാത്രം ആകർഷിക്കുന്ന സിനിമയാണോ, അതോ പൊതുസമൂഹത്തിന് മെസ്സേജ് ഉള്ളൊരു സിനിമയാണോ? അല്ല, ഇത് പൊതുസമൂഹത്തെ, ഒരു ഭക്തസമൂഹത്തെ മാത്രമല്ല, ഇതൊരു സോഷ്യലി അതിനകത്ത് നമ്മൾ ഭക്തി ഉള്ള മനുഷ്യരെയും കൂടെ അതിനകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അതായത് അയ്യപ്പൻ നമ്മുടെ കേരളത്തിലെ ഒരു ഗോഡ് എന്ന നിലയിൽ അയ്യപ്പനെ നമുക്ക് കടന്നുപോയി. അയ്യപ്പനാണ് നമ്മളെ ഗോഡ് കേരളത്തിലെ. അപ്പൊ അത് നമ്മൾ അതൊരു കണക്ഷനാണ്. അതെ. പക്ഷേ ഒരു സോഷ്യലി എല്ലാ തരത്തിലും, അതായത് ഒരു കമേഴ്സ്യൽ എൻ്റർടൈനർ ആയിരിക്കും സിനിമ. നിറയെ പാട്ടുകളും എല്ലാം, അതായത് കമേഴ്സ്യൽ സിനിമയ്ക്കകത്ത് എന്തെല്ലാം ശക്തമായ, ഇന്നലെ സൈജുവായിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും പാക്കഡ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് അല്ലേ കൃഷ്ണ എന്ന് എന്നോട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അതാണ് ആ സിനിമയുടെ ഒരു മികവും വരിക. തീർച്ചയായിട്ടും ഹരിവരാസനവും അതിൻ്റെ തുടക്കത്തിൽ കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ആ പൂജാവേളയിൽ പങ്കെടുത്തുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ സെറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഹിറ്റ് തന്നെയായിരിക്കാനുള്ള എല്ലാ ഉറപ്പായി. കാരണം അതിന് നമ്മൾ ഓരോ ദിവസവും ലൊക്കേഷനിൽ കാണുന്നത് അതൊരു ഹിറ്റിലേക്ക് പോകുന്നതാണ്. അതെ അതെ, അതും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നീട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരവധി സിനിമകൾ, ഏതാണ്ട് 10-20 കൊല്ലത്തോളം, അല്ല 20 കൊല്ലത്തിലേറെയായി ഈ അഭിനയ രംഗത്തുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ, അദ്ദേഹത്തെ പോലൊരു മഹാനായ ഒരു നാടകാചാര്യൻ്റെ ശിഷ്യനായി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളരിയിലൂടെയാണ് നമ്മളെ ഇങ്ങനെ പരുവപ്പെടുത്തി ഒരുക്കിയെടുത്തത്. എത്രത്തോളം നമ്മുടെ അഭിനയ ജീവിതത്തിൽ ഈ കാവാലം സാറിൻ്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായതുകൊണ്ടുള്ള ആ ഒരു മേന്മ, ഒരു ഗുണം നമ്മൾ എത്രത്തോളം അത് സ്ട്രൈക്കിംഗ് ആണത്? അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിനയ ജീവിതത്തിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ പൊതുജീവിതത്തിനകത്തും എനിക്ക് പല കാര്യങ്ങൾ ബന്ധപ്പെടാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കലല്ലോ, നമ്മൾക്ക് എന്തോ വന്നു ചേരുന്നതാണ്. അതെ, ഇപ്പൊ പഠിച്ചെടുത്ത് നമ്മൾ ഇത് പഠിച്ചു, ഇത് പഠിച്ചു, വന്നു ചേരുന്നു. ശരിക്കും ഒരു ഇൻബോൺ ടാലന്റിനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന രീതി. അതെ, നമുക്കത് കിട്ടും. കാരണം ഇപ്പൊ നമുക്കൊരു ആവശ്യം എന്താണ് എന്ന് കണ്ടാൽ, അവിടെ ഇപ്പൊ ഞാനൊരു പാട്ട് എഴുതുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പാട്ട് എഴുതുന്ന ആളായിരിക്കില്ല. അതെ, പക്ഷെ ആ ആവശ്യത്തിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേ. അവിടെയാണ് കഥ ഇതുവരെ അല്ലേ, ആ സിനിമയിൽ ഒരു പാട്ട് അല്ലേ, ശരിക്കും പറഞ്ഞാലേ ആ പാട്ട് ഒരു 2 വരി, അപ്പൊ അതിന്റെ എക്സാക്ട് മനോഹാരിത വേണമെന്നല്ല, അത് പ്രേക്ഷകർക്ക് മനസ്സിലാവാനാണ്. ആ പാട്ട് ഒരു 2 വരി ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ. ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടാങ്കിലാടടി പെണ്ണേ ആടും കളത്തിൽ, ഞാൻ പാടും പാട്ടിന് ഒത്തൊരു ആട്ടമൊന്നാട്, ഓടി മാറഞ്ഞു പെണ്ണ് ഉടുത്തങ്ങു കെട്ടി, ചാടി മാറിഞ്ഞു പെണ്ണു കളത്തിലിരുന്നേ, ഞാൻ പാടും പാട്ടിന് ഒത്തവളാടിത്തിമിർത്തേ, ഞാൻ കൊട്ടും താളത്തിനൊത്തവൾ തത്തിക്കളിച്ചേ, ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ,
ആടിക്കുഴഞ്ഞാടിത്തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ. നൈസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ എന്താണ് നമ്മുടെ ഈ നാടൻ പാട്ടുകൾ നമുക്കൊരു ഹരമാണ്. നമ്മുടെ കലാപം മണിച്ചേട്ടൻ്റെത് ഉൾപ്പെടെ ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ്. ശരിക്കും ഈ എന്താണ് പറയുക, ഈ ആടിക്കുഴഞ്ഞ പെണ്ണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മുടെ ഒരു നാഗരികത അല്ലേ, ഗ്രാമീണത ആ ഗ്രാമീണത ശരിക്കും ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലേക്ക് താങ്കളൊരു ഇദ്ദേഹമാണ് കേട്ടോ. അതിൻ്റെ ഈ വരികൾ എഴുതിയതും ഇദ്ദേഹമാണ്, ഇത് പാടിയതും ഇദ്ദേഹമാണ്, ആ പാട്ടിൽ അഭിനയിച്ചതും ഇദ്ദേഹമാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു ഭാഗ്യം സിനിമയിൽ കിട്ടുക എന്നുള്ളത് തന്നെ അതും ഒരു അല്ലേ, ഈ കാവാല സാറിന്റെ കളരിയിൽ പഠിച്ചതുകൊണ്ട് അല്ലേ, അതൊന്ന് പറഞ്ഞു. അതൊരു യാദൃച്ഛികമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ സിനിമയിലേക്ക് എന്നെ ആദ്യം ഞാൻ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാപ്പനും കൂടെ കളരിയിൽ അന്ന് ഗുരുക്കളുടെ മരിച്ച ദിവസമാണ്. അപ്പോൾ ഞാനന്ന് ഇപ്പം റെഗുലറായി പോകാറില്ല. അപ്പോൾ ആ മരിച്ച ദിവസത്തേക്ക് പോകുമ്പം ഒരു അസോസിയേറ്റ് ഡയറക്ടർ കോൾ വരുവാണ്, ഇവിടെ വിഷ്ണു മോഹൻ്റെ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ നിങ്ങളൊന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒന്ന് ഡയറക്ടർ കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കളരിയിൽ ഇറങ്ങിയിട്ട് ഞാൻ വരാം എന്നോ. അപ്പോൾ ഇറങ്ങി തിരിച്ചു വിളിച്ച് പറഞ്ഞു പുള്ളി എന്തോ ബിസി ആയിപ്പോയി, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ പോകുന്നു. അപ്പോൾ പുള്ളി എന്നെ കണ്ടിട്ട് അപ്പോൾ ബിജു മേനോൻ്റെ ഫ്രണ്ടിനൊരു ക്യാരക്ടറാണ്, അപ്പോൾ ഓക്കെ നമുക്ക് അത് ചെയ്യാൻ. പക്ഷേ പുള്ളി ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഇതിനകത്തൊരു ചെറിയ പാട്ട് പാടേണ്ടി വരും കേട്ടോ, നിങ്ങൾ നാടകത്തിലൊക്കെ പാടുന്ന എന്തെങ്കിലും ഒരു പാട്ട് സെറ്റാക്കി നമുക്ക് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, അപ്പം നാളെ നമുക്ക് കാണുമ്പോൾ അത് ഏതാ ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വീണ്ടും നമ്മൾ കാണുന്നു, ഒരു പാട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ 3-4 പാട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് ജോണി മിഹാലിൽ നിന്ന് കിട്ടിയൊരു പാട്ടുണ്ടായിരുന്നു. തെയ്ത്ത തിന്താരോ തകതിമിതാനാതിന്താരോ, തെയ്ത്ത തിന്താരോ തകതിമിതാനാതിന്താരോ, ആ വേല വണ്ടി വരണേ പെണ്ണുങ്ങളെ പമ്പരം പോലെ നില്ല്, ആ പമ്പരം പോലെ നിന്ന സയിപ്പ് ചമ്പളം കുട്ടിത്തരും. ഇങ്ങനെ പോകുന്നൊരു പാട്ടുണ്ട്. കൊള്ളാം. അപ്പൊ ഇത് പാടാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഇത് പാടാം, ഫിക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നമ്മളൊക്കെ. അപ്പൊ ഇനിയിപ്പോ ഒരു ദിവസം നമുക്ക് റെക്കോർഡ് ചെയ്യണം, എല്ലാവർക്കും ആയിട്ട് നല്ലത് പഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ റെക്കോർഡ് ചെയ്യാവുന്ന ദിവസം ഇപ്പൊ ഷൂട്ടിന്റെ അന്ന് വീണ്ടും അസോസിയേറ്റ് ഡയറക്ടർ വിളിക്കുകയാണ്. അതെ, വിഷ്ണു ചോദിക്കുന്നു നമ്മുടെ കാവൽ സാറിന്റെ തന്നെ അതിരിലാക്കം മലയൊന്നു പാടാൻ പറ്റിയാൽ നന്നായിരുന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് 3-4 സിനിമകളിൽ ഇത് വന്നത് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 3-4 സിനിമയിൽ ഇത് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇതിന്റെ റൈറ്റ്സ് പ്രോബ്ലം എല്ലാം വന്നാൽ പിന്നെ അതിനകത്ത് കിടന്ന് കുരുങ്ങണ്ടേ. ശരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, വിഷ്ണു അന്ന് എന്നോട് പറഞ്ഞത് ഒരു സ്ത്രീകളുമായി സംബന്ധിക്കുന്ന, അതുകൊണ്ടാണ് മറ്റേ പാട്ട്. അപ്പം ഒരു പാട്ട് തിരുവനന്തപുരം കണക്ട് ആയിട്ടൊരു പാട്ട് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഭയങ്കര മ്യൂസിക് എനിക്ക് അങ്ങനെ ഓർത്ത് വെച്ച് ഇന്ന രാഗമാണെന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഞാൻ പെട്ടെന്ന് നമ്മളിവിടെ ഷാജിച്ചേട്ടൻ്റെ തൈക്കാടുള്ള സ്റ്റുഡിയോ ഒന്ന് പാടിയിട്ടു. ഇതെനിക്ക് എൻ്റെ വാട്സാപ്പിലുണ്ടായിരുന്നു. ഇത് ഞാൻ അയച്ചു കൊടുത്തു വിഷ്ണുവിന്. അപ്പോൾ വിഷ്ണു ഇത് കേട്ടോടെ തന്നെ വിഷ്ണു വിളിച്ചു. വിഷ്ണു പറഞ്ഞു, ഇത് മതി, ഇതാണ് നമ്മൾ ആഗ്രഹിച്ചതാണ്, ഒരു നിമിത്തവും അല്ലെങ്കിൽ കറക്റ്റായി, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ. അതെ. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു പൊതുവായിട്ടുള്ള ഇതിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ഒരുപാട് സിനിമകളായി അല്ലേ? ഇപ്പോൾ എത്ര സിനിമ ഏകദേശം? ഇപ്പോൾ കഴിഞ്ഞ 2024 സൂപ്പർ ഹിറ്റുകളായ കിഷ്കിന്ധാകാന്ഡം, അതെ, നമ്മുടെ AR അമ്മ, അതെ, കഥ ഇന്നവരെ, ഇത് പിന്നെ ആ വർഷം തന്നെ നമ്മുടെ ഒരു വലിയ വെബ് സീരീസ് വന്നായിരുന്നു ജി മഹേന്ദ്ര, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, നരിവേട്ട, ഫ്ലാസ്ക്. അപ്പം ഇങ്ങനെ ഈ 2 വർഷമായിട്ട് ശരിക്കും നമ്മൾ ഇത്ര ഈ ഒരു അഭിനയ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ അതായത് അത്രത്തോളം മനസ്സിനെ സ്പർശിച്ച് നമ്മൾ അഭിനയിച്ച കഥാപാത്രം ഏതാണ്? സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇമോഷണലി വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാ? ശരി, അതങ്ങനെ ഒരു കഥാപാത്രം പെർഫെക്ഷൻ എന്ന് തോന്നി. പെർഫെക്ഷൻ അല്ല, നമ്മൾ കഥാപാത്രത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു സീനുള്ളൊരു കഥാപാത്രമാണെങ്കിൽ പോലും അതിനെ എങ്ങനെ നമുക്കതിനെ നമ്മളെ ഫ്രീ ആക്കി സ്നേഹിച്ച് ചെയ്യാവുന്ന. അതെ. ചിലപ്പോൾ നമ്മൾ ഈ നമ്മളൊരു പ്രത്യേകിച്ചും ഒരു അഭിനേതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു ഡ്രീം ഉണ്ടാവും. നമ്മൾ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനോട് അല്ല ഏതെങ്കിലും ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടോ? തരത്തിലുള്ളൊരു ക്യാരക്ടർ അല്ല, അങ്ങനത്തെ ഡ്രീം ക്യാരക്ടേഴ്സ് എത്തിയിട്ടുണ്ടോ? വന്നിട്ടില്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ല. കാരണം ഞാനിപ്പം വളരെ
ഇപ്പൊ 18 പടി ഉണ്ടെങ്കിൽ ആദ്യത്തെ പടിയിൽ എത്തിയുള്ളൂ, ഇനി എനിക്ക് 17 പടി കയറാനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പം ചെറിയ തലത്തിൽ നിന്നും കൂട്ടണ്ട, താങ്കളിപ്പോൾ എന്തായാലും അറിയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ശരിക്കും അറിയപ്പെടുന്ന, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കാവാലൻ സാറിൻ്റെ കളരിയിലൂടെ, നാടകത്തിലൂടെ, അതായത് അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ട് നേരെ സ്ട്രെയിറ്റ് സിനിമയുടെ ഫ്രണ്ടിലേക്ക് പോയ ഒരാളല്ല. അത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്താണ് പറയുക, നമ്മുടെ അഭിനയപരമായ കഴിവിനൊപ്പം നമ്മളറിയാതെ സംഗീതത്തിലേക്ക് വരുന്നു, നമ്മളറിയാതെ പാട്ട് പാടേണ്ടി വരുന്നു, നമ്മളറിയാതെ അല്ലേ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത ഒരു കഥ എനിക്കറിയാം. അതൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആദ്യമായിട്ട് ചെയ്തതാണ് ഒരു കൊറിയോഗ്രാഫി. അതായത് എൻ്റെ ആദ്യത്തെ സിനിമ പറഞ്ഞാൽ ഒരാളെന്ന് പറഞ്ഞ സിനിമയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിലുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞ് തൊട്ടടുത്ത് നിയമപുഷ്പരാജായിട്ട് ഒരു സിനിമയുണ്ട്, ബനാറസ്. അപ്പോൾ ആ സിനിമ നിറയെ പാട്ടുകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു തിയേറ്റർ ഷോ ഉള്ളൊരു പാട്ടുണ്ട്, ഒരു തെരുവ് നാടകം. പക്ഷെ അത് പാട്ടിൽ തന്നെ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു തിയേറ്റർ അല്ലേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ധൈര്യമായിട്ട് അങ്ങ് പുഷ്പമായിട്ട് അങ്ങ് ഏൽപ്പിക്കുകയാണ്, അത് ചെയ്യണം, ഇത് എൻ്റെ ഒരു ബാധ്യതയായി. അത് ഞാനത് അപ്പം എനിക്ക് ചെയ്യണമല്ലോ, ഞാൻ കൊറിയോഗ്രാഫർ ഒന്നും അല്ല, പക്ഷെ ഞാനത് ചെയ്തു. ഞാൻ വേറെ സിനിമകളോട് ചെയ്തിട്ടുണ്ട്, വേറെ 2 സിനിമകളോട് ചെയ്തു. ഞാൻ നേരത്തെ സെല്ലിലോയിഡില് നമ്മുടെ മറ്റേ കാക്കർശി നാടകം അവിടെ നിന്നാണല്ലോ മറ്റേ കുട്ടിയെ ഡാനിയലിന് അത് ചെയ്ത് ഞാൻ. ആ പാട്ട് ഏതാണ്? അതാ കാക്കർശി നാടകം. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഒരു വലിയ പടത്തിൽ, ഏറ്റവും വലിയൊരു പടം, അതായത് അന്ന് മലയാള സിനിമയിലുണ്ടായ ഏറ്റവും വലിയ പടമാണ് ഉറുമി. ഉറുമിയില് ഇതുപോലെ ചിമ്മി ചിമ്മി എന്നൊരു പാട്ട് ചെയ്യാനായിട്ട് തലേദിവസം അത് ഞങ്ങളെ കൊണ്ട് നമ്മളെ ഗ്രൂപ്പല്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതും ഒരു ക്യാമറ അഞ്ജലി ശുക്ല അവര് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് സന്തോഷേന്റെ ഒരു അജണ്ട ആയിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് തലേദിവസം സന്തോഷം എന്നെ വിളിച്ചു ചോദിച്ചു, നമുക്ക് നാളെ മറ്റേ പാട്ടെടുക്കണം, പൃഥ്വിയില്ല, ബോംബെക്ക് പോകണം, നമുക്ക് മറ്റേ പാട്ട് നാളെ എടുക്കണം. അപ്പൊ നമ്മൾ എടുക്കണം, കൊറിയോഗ്രാഫർമാരും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഉല്ലാസമുണ്ട്, നാളെ മധുണ്ട്, സജിയുണ്ട്, മറ്റവരുണ്ട്, ബോംബെയിൽ നിന്ന് വരുന്നവരുണ്ട്. അതല്ല നമുക്കത് പിന്നെ ഞങ്ങളെ കൊണ്ട് എന്റെ ലീഡർഷിപ്പിൽ ഞങ്ങളെ കൊണ്ട് ഇത് ചിമ്മി കൂടെ ഇത് ചെയ്യുന്ന ഡാൻസ് അല്ല, ഇത് കൊറിയോഗ്രാഫിക്ക് നിൽക്കുന്ന ആളിന്റെ പേരാണ് ഏറ്റവും രസകരമായ കാര്യം, പ്രഭുദേവ. ചെയ്യേണ്ട ആള് പ്രഭു സാറും നിത്യാമേനോടത് ചെയ്യേണ്ടത്. പ്രഭു സാറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ സാർ അത് മറ്റേ മാലിന്യം ഇട്ടിട്ട് പഠിക്കില്ലേ, ഓക്കെ അപ്പൊ പ്രഭു സാർ പൂ ഇങ്ങനെ പിടിക്കില്ലേ എന്ന് പറയുമ്പോ സാറ് അതിന്റെ 25 മടങ്ങ് പുള്ളി പുള്ളി ഇങ്ങനെയൊക്കെ ആക്കിയത് നമ്മള് പ്രഭു സാറിന്റെ അടുത്താണ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നായിരിക്കും. ശരിക്കും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിചാരിതമായി കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ? ഇപ്പൊ നമ്മൾ അന്ന് ഇത് ഭാഗ്യമായിട്ടൊന്നും അല്ല നമ്മൾ കണക്കാക്കുന്നെങ്കിൽ ഇപ്പൊ താങ്കളെ പോലുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ. ശരിയാണ്. അല്ല, ജീവിതം നമ്മളിങ്ങനെ ഒരു നാടകത്തിൽ തുടങ്ങി സിനിമയിലേക്ക് എത്തി, ആ സിനിമയുടെ പല തലങ്ങളിലും നമ്മുടെ ഒരു കരസ്പർശം അവിടെ വീഴുന്നു എന്നുള്ളതാണ്. അതെ അത് നമുക്ക് എന്തോ അതും വലിയ ഇപ്പൊ പറയുമ്പോൾ നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ വലിയ സിനിമകളാണ് അതൊക്കെ. അതെ താളുകളിലേക്ക് പ്രഭുദേവ ചെറിയ സംഭവങ്ങളല്ലല്ലോ, ചെറിയ സംഭവങ്ങളല്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിലും ഒട്ടുമിപ്പം മിക്ക പ്രമുഖ നടന്മാർക്കൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. ഞാനിവിടുത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളോടൊപ്പം രണ്ട് മെഗാസ്റ്റാർ, അതായത് നമ്മൾ റോൾ മോഡൽ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ മലയാളത്തിൽ വേറെ ആളില്ല, മമ്മൂക്ക, ലാൽ സാർ, രണ്ടിനും കൂടെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള. തീർച്ചയായിട്ടും അത് കൂടുതൽ എന്ത് വേണം. ലാൽ സാറിന്റെ കൂടെ കർണഭാരവും, മമ്മൂക്കന്റെ കൂടെ മറ്റേ MG വാസുദേവൻ സാറിന്റെ 2ാം ഊഴത്തെ ആസ്പദമാക്കി പ്രമോദ് പയ്യന്നൂർ നമ്മുടെ തിയേറ്റർ കോറിയോഗ്രാഫിയും നമ്മുടെ GK രാജകുമാർ അദ്ദേഹത്തിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒറ്റ ഷോ ചെയ്തോളൂ ലുലുവില്. നമുക്ക് അതിലെ 4 പ്രധാന കഥാപാത്രങ്ങൾ 2ാം ഊഴത്തിൽ. അപ്പം ഞങ്ങള് ഗ്രൂപ്പുണ്ട്, അതിലെ തന്നെ 2ാം ഊഴത്തിലെ മറ്റേ പാട്ടുകാരും വാദ്യക്കാരും ഉണ്ടല്ലോ, അതിലൊരു ഗ്രൂപ്പിൽ അതിന്റെ ലീഡർഷിപ്പ് എനിക്കാണ്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക കർണനാവുമ്പോ ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ആളാണ്, പുള്ളി സുയോധനനാവും അല്ല മറ്റേ പാണ്ഡവരുടെ ജ്യേഷ്ഠനാവുമ്പോ ഞാൻ മറ്റേ പകിട കളിക്കാതിരിക്കുന്ന ഞാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ മലയാളത്തിലെ പിന്നെന്ത് എൻ്റെ നമ്മുടെ സൂപ്പർ സീനിയർ നമ്മുടെ ജ്യേഷ്ഠൻ നെടുമുടി വേണുചേട്ടന്റെ കൂടെ അവനവൻ കടമ്പ എന്ന് പറഞ്ഞ നാടകം 3ാമത്തെ തലമുറ കളിക്കുമ്പോൾ ഞാൻ കൂടെ കളിച്ചിട്ടുണ്ട്. ഭരത് ഗോപി ചേട്ടൻ സംവിധാനം ചെയ്ത അപ്രക്കൻ എന്ന നാടകത്തിൽ അപ്രക്കൻ എന്ന് പറഞ്ഞ കഥാപാത്രം
അപ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഇതിഹാസ തുല്യർക്കൊപ്പം ഉറപ്പല്ലേ? അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് ചെറിയൊരു സംഭവമല്ല. നമ്മൾ എന്നാൽ ഒരു പക്ഷേ നമ്മുടെ ഭാവി കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടെ നമ്മുടെ കയ്യൊപ്പ് നമ്മൾ ചാർത്തി കഴിഞ്ഞു. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീ കൃഷ്ണൻ ബാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ് വലിയ മറ്റേ കാവാലം സാറിൻ്റെ ശിഷ്യനായിട്ട് വന്ന് മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് സിനിമാ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതവും സിനിമാ ജീവിതം തന്നെയാണ് അല്ലേ? സിനിമയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയ്ക്കും അതുപോലെ നമ്മുടെ അന്യഭാഷാ ചിത്രങ്ങൾക്കും എല്ലാം മുതൽക്കൂട്ടായി അദ്ദേഹം എന്നും ഉണ്ടാകും. അങ്ങനെ ആവട്ടെ. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ഓക്കെ.